ഹലോ എല്ലാവർക്കും ഹാൻഡ് എംബ്രോയിഡറി സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് ഡോട്ട് സ്റ്റിച്ച് നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു നെയിമാണ്. ഡോട്ട് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീഡ് സ്റ്റിച്ച് പോലെ തന്നെയാണ്, അതുപോലെ തന്നെ പാരലായിട്ട് 2 ലൈൻസ് ചെയ്യുന്നു, അതാണ് ഡോട്ട് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിലെ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുന്നത്തെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താലും നമ്മൾ ഈ ചെയ്തേക്കുന്ന ഡിസൈൻസ് എല്ലാം എല്ലാ സ്റ്റിച്ചസിൻ്റെയും വീഡിയോസ് അതിലുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിത് ഇവിടെ ചെയ്ത് കാണിക്കാം. ഡോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് 2 പാരലൽ ലൈൻസ് അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ സൂചി മുകളിലേക്ക് എടുത്തു, അതുപോലെ തന്നെ ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് കൊടുക്കുന്നു, കണ്ടോ ഇതുപോലെ. അതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്യാം, അതുപോലെ തന്നെ അതിന് പാരലായിട്ട് ഒന്നും കൂടി ചെയ്യുന്നു, അതാണ് ഡോട്ട് സ്റ്റിച്ച് എന്ന് പറഞ്ഞത്. കണ്ടോ, ഇതാണ് ഡോട്ട് സ്റ്റിച്ച്. ഇതുപോലെ സീഡ് സ്റ്റിച്ച് പോലെ തന്നെ ഇതിങ്ങനെ റാൻഡമായിട്ടൊക്കെ കൊടുത്ത് നല്ല ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് ഒരു പേന കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് ആ പാറ്റേൺ എങ്ങനെ വരും എന്നുള്ളതും ആ ഒരു കറക്റ്റായിട്ട് അറിയാൻ പറ്റും, എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതും ഞാനിതുപോലെ 3 സ്ട്രാൻഡ്സ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കിതുപോലെ ഈ ത്രെഡിൻ്റെ കൗണ്ട് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 6 സ്റ്റാൻഡ് അതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കട്ടിയുള്ളൊരു ഡിസൈൻ ആയിരിക്കും വരുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി നാരോ ആയിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡോട്ട് സ്റ്റിച്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. സാധാരണ സ്റ്റിച്ചസ് എൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തൊട്ട് മുമ്പിലുള്ള സ്റ്റിച്ച് കൂടെ എടുത്ത് ഒരു ലൂപ്പ് വരുമല്ലോ, അപ്പോൾ അതിലായിട്ട് ഇങ്ങനെ ഇതുപോലെ എടുത്ത് നോട്ടിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒന്നും കൂടെ ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇതാണ് ഡോട്ട് സ്റ്റിച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു സ്റ്റിച്ചുമായിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.